ബി.ജെ.പിയുടെ ഒരു പ്രതിനിധി ഈ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം അങ്ങ് കാട്ടിയിട്ടുള്ള ചില മാതൃകകൾ, ഒരു മന്ത്രി എന്ന രീതിയിൽ അങ്ങ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണ സഭയിൽ എങ്ങനെയാണ് തന്റെ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് എന്നതടക്കം അങ്ങ് MLA ആയിരിക്കുമ്പോൾ കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. അന്ന് സ്പീക്കറായിരുന്നയാൾ ചട്ടം പാലിച്ചല്ല ഉന്നയിക്കുന്നത്, അതുകൊണ്ട് നിയമസഭാ രേഖകളിൽ അത് കാണില്ല എന്ന് പറഞ്ഞു. അങ്ങ് വളരെ രസകരമായ ഒരു മറുപടി പറഞ്ഞു. ആ രേഖകൾ കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, മറിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നൊരു വേദിയാണ് എന്നങ്ങ് പറഞ്ഞ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമസഭയിൽ പറയുമ്പോൾ അത് 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനപ്പുറം പറയപ്പെടുന്ന കാര്യങ്ങളുടെ പ്രസക്തി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഈ പരമോന്നത പദവിയിൽ ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കുവാൻ അങ്ങേ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും പിന്തുണ അടക്കം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും.